അങ്ങനെ കൊല്ലത്തിൽ നിന്ന് വരുന്ന വഴി ഞാനും ചേച്ചി അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചട്നി മാമിയിൽ കയറി. അവിടെ കണ്ട വലിയ മുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിയാണെങ്കിൽ ഒരു പിസ്സ ദോശ ഓർഡർ ചെയ്തു. അമ്മ വേറെന്തോ അവരുടെ ഓപ്പൺ മസാല ദോശ ഓർഡർ ചെയ്തു. അമ്മ ഇപ്പോഴും ആ മസാല ദോശ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പേര് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. എത്ര നോക്കിയിട്ട് എന്തോ അമ്മയ്ക്ക് ആ ഒരു പേരങ്ങോട്ട് വരുന്നില്ല. പിന്നെ ഞാനൊരു ഒണിയൻ ചീസ് ദോശയാണ് ഓർഡർ ചെയ്തത്. അതിൽ വടയൊന്നും എനിക്കിഷ്ടമല്ല, അച്ഛൻ തന്നെ ആട്ടോ എടുത്തത്. പിന്നെ അച്ഛൻ എന്തോ ഒരു ബട്ടൂരയാണ് ഓർഡർ ചെയ്തത്. എല്ലാം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിയാണെങ്കിൽ പിസ്സ ദോശ കണ്ടപ്പോൾ തന്നെ അന്തം വിട്ട് പോയി. ആ ദോശ ഉണ്ടല്ലോ ഇങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. യഥാർത്ഥ പിസ്സയുടെ ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്തത് അമ്മയുടെ ദോശയാണ്. അമ്മയുടെ ദോശ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ കഴിക്കാനുള്ള മൂടേ അങ്ങ് പോയി. പിന്നെ അച്ഛൻ്റെ ബട്ടൂരയായിരുന്നു ഞാൻ കഴിച്ചത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൂരിയും കടലക്കറിയും പിന്നെ കുറച്ച് സലാഡൊക്കെ വരുന്നത്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ എൻ്റെ ദോശ തന്നെ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ സാമ്പാറിൽ മുക്കി കഴിച്ചു. അപ്പം കൊള്ളായിരുന്നു, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ലൈം വന്നു. ലൈമാണെങ്കിൽ ഞാൻ ഒരു തവണ കുടിച്ചതേ ഓർമ്മയുള്ളൂ, ഭയങ്കര മധുരം. പിന്നെയും പിസ്സ ദോശ. എന്നിട്ട് എൻ്റെ തന്നെ ദോശയിൽ ചീസുണ്ടല്ലോ ഞാനെടുത്ത് കഴിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പിന്നെയും മുടി ഉണ്ടല്ലോ അത് ഭയങ്കര ശല്യമാണ്. ഞാൻ പിന്നെയും പിസ്സ ദോശ തന്നെ കഴിച്ചു. പിന്നെ ഈ ലൈം ജ്യൂസ് ഉണ്ടല്ലോ മധുരമാണെങ്കിലും നല്ല ടേസ്റ്റായിരുന്നേ. ഇതാണ് ബാഹുബലി ദോശ. നമ്മളതല്ല, വേറെ ആരുടെയോ ബാഹുബലി ദോശയാണ്. ഞങ്ങളിത് വരുമ്പോൾ എല്ലാവരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതാണ് എടുക്കാത്തത് ഞങ്ങൾ. പിന്നെ ഞാനും അമ്മയും കുറേ മിറർ സെൽഫിയൊക്കെ എടുത്തേ. ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെ നിൽക്കേണ്ടതെന്ന്. അങ്ങനെ ഗായ്സ്, നമ്മളാണെങ്കിൽ ഇവിടെ ചട്നി മാമിയിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് അവിടെ തന്നെ ഉള്ളൊരു പാർക്കിൽ ഇവിടെ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേര് ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. നല്ല രസമാട്ടോ ഇവിടെ കാണാനായിട്ട്. നല്ല പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അമ്മ പറയാണ് നമുക്കും ഇങ്ങനെ വീട് വെക്കുമ്പോൾ ഇതുപോലൊരു സെറ്റപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, എന്നിട്ട് ഇന്ന് രാത്രി ഇവിടെ വന്നിരുന്ന് നമുക്ക് സംസാരിക്കാം എന്ന്. അപ്പോൾ ഞാൻ അത് പറഞ്ഞ് തീർക്കും മുമ്പേ അച്ഛൻ പറയുക എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്നിരുന്ന് അടിയുണ്ടാക്കാമെന്ന്. എന്താണ് ഗൈസ്. ഉടനെ അവൾ പറയുക, അതായത് എൻ്റെ ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്, പറയുക നമ്മളെ കുടുംബത്തിന് അതേ വിധിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള എല്ലാവരും വാ തുറന്നാൽ നെഗറ്റീവ് അല്ലാതെ ഇത്തിരി പോലും പോസിറ്റീവ് പറയത്തില്ല. ഞാനും നെഗറ്റീവ് തന്നെയാണ് പറയുന്നത്. ഇത് കുറച്ച് മുമ്പേ നടന്ന കാര്യമാണ്. ഞാൻ ഇപ്പോൾ ഇത് വീഡിയോ തുറന്ന് പറയുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ എല്ലാവരെയും കൊണ്ടും ഓരോ തംസപ്പൊക്കെ കാണിച്ചു. എല്ലാവരും കാണിക്കുന്നുണ്ട് ഗൈസ് തംസപ്പ്. ഇവിടെ ആണെങ്കിലുണ്ടല്ലോ മീനുണ്ട്. പിന്നെ ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്, നല്ല രസമാണ് ഇവിടുത്തെ ലൈറ്റിങ്സൊക്കെ കാണാൻ. ഞാൻ അവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഗൈസ് ഇവിടുത്തെ മീനുള്ള കുളം. ഇവിടെ മീനുണ്ട്, പക്ഷെ വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ വ്യത്യാസം. വീഡിയോയിൽ മാത്രം ഈ മീനിനെ കാണാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മൊത്തം കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. പിന്നെ ഇവിടെ വലിയ വലിയ ഭരണികളുണ്ട്. എനിക്ക് വരെ അതിൻ്റെ അകത്ത് കയറിയിരിക്കാം, അത്രയും വലുതാണ് ഭരണി. എനിക്ക് കയറി ഇരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് കയറി ഇരുന്നൊന്നുമില്ല. പിന്നെ ഈ മേശയ്ക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കര വെയിറ്റാണ്. മേശയ്ക്കല്ല, കസാരയ്ക്കൊക്കെ ഭയങ്കര വെയിറ്റാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോയി ഇങ്ങോട്ട് ഈ ചട്നി മാമിയുടെ നോർത്ത് സെക്ഷനിലോട്ട്. നോർത്തല്ല, നോൺ വെജ് സെക്ഷൻ. ജസ്റ്റ് ഒന്ന് തെറ്റിയതാണ്. നമ്മൾ കയറിയത് വെജിലാണ്. ഇപ്പം നമ്മളുള്ളത് നോൺ വെജിൽ. വെറുതെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. സാധാരണ ഉണ്ടല്ലോ ഞാനും ചേച്ചിയും അമ്മയും നോൺ വെജ് കഴിക്കും, പക്ഷെ അച്ഛൻ മാത്രം കഴിക്കില്ല. അച്ഛൻ സ്വാമിയാണ്, മീൻസ് അമ്പലത്തിലെ പോറ്റിയാണ്. അതുകൊണ്ട് അച്ഛൻ മാത്രം കഴിക്കത്തില്ല. അപ്പോൾ സാധാരണ അച്ഛനാണ് നമ്മളെ 3 പേരെയും വെജ് സെക്ഷനിലോട്ട് തള്ളിക്കൊണ്ട് പോകുന്നത്. ഇന്നെന്തോ ഞങ്ങൾ അച്ഛനെ തള്ളിക്കൊണ്ട് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.